അവൻ കട്ടാകുന്നതിന് മുന്നേ ഫോൺ എടുത്തു. ഹലോ സിദ്ധു മോനെ. ജാനകിയുടെ ശബ്ദം അവനെ തേടിയെത്തി. ആ ചേച്ചി പറയാ, അവൻ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു. മോനെ, വൈഗ കുഞ്ഞിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? അമ്മ ഇവിടെ സമാധാനമില്ലാതിരിക്കുക. ജാനകി ഇങ്ങത്താ. അപ്പോഴേക്കും സീതാമ്മ ജാനകിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു. മോനെ സിദ്ധു, വേദന നിറഞ്ഞ സ്വരത്തിൽ അവർ വിളിച്ചു. അമ്മേ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതുവരെ അടക്കിപ്പിടിച്ച സങ്കടം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം അടങ്ങി. എടാ കൊച്ചിനെന്താ എന്താ അവർ പറയുന്നേ? അവർ വേവലാതിയോട് ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല അമ്മ. അവൻ്റെ ദയനീയമായ സ്വരം. സിദ്ധു, വൈകിക്ക് ഞാൻ വിളിക്കാം അമ്മേ, സിസ്റ്റർ വിളിക്കുന്നുണ്ട്. അവൻ വൈകിയുടെ പേര് ഉറക്ക വിളിക്കുന്നത് കേട്ടതും അവൻ ഫോൺ പോക്കറ്റിൽ വെച്ച് അവിടേക്ക് ഓടി. ഈ മരുന്ന് വാങ്ങിക്കണം, ഉടുത്തുമാറാൻ ഒരു ജോഡി വസ്ത്രവും റെഡിയാക്കി വെക്കണം. നേഴ്സ് അവൻ്റെ കയ്യിൽ മരുന്നിൻ്റെ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അതുമായി പുറത്തേക്ക് നടന്നു. രാവിലെ തന്നെ വൈകിയെ സ്കാനിംഗ് മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരുന്നു. റിസൾട്ട് കിട്ടാൻ കുറച്ച് കഴിയും. വജീനൽ സ്കാനിംഗ് ആണ് അവൾക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തിൽ നിന്നും ഇന്നേക്ക് വേദന നല്ലോണം കുറഞ്ഞിട്ടുണ്ട് വൈകിക്ക്. ബ്ലീഡിങ് സ്ലോ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു പേടി വൈകിക്കും സിദ്ധുവിനും നല്ലോണമുണ്ട്. തനിക്ക് എന്ത് സംഭവിച്ചാലും തൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റരുതേ എന്നാണ് വൈകിയുടെ പ്രാർത്ഥന. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. ഓരോ ടെസ്റ്റുകളും കഴിയുമ്പോൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന്. എൻ്റെ 2 മക്കളെയും പൂർണ്ണ ആരോഗ്യത്തോടെ കയ്യിൽ തരണേയെന്ന്. എന്നാൽ സിദ്ധുവിൻ്റെ മനസ്സും പ്രാർത്ഥന തന്നെയായിരുന്നു. അത് അവൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് അവരുടെ അമ്മയെയും തനിക്ക് അവർക്കൊപ്പം ഒരാപത്ത് സംഭവിക്കാതെ നൽകണേ എന്നാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്നും സീതാമ്മയും ജാനകി ചേച്ചിയും എത്തിയിട്ടുണ്ട്. വൈകിക്കരികിലേക്ക് എത്തണമെന്നത് സീതാമ്മയുടെ നിർബന്ധമായിരുന്നു. ഈ ഒരവസ്ഥയിൽ സിദ്ധു അതിനെ വിലക്കാനും പോയി. ഒന്ന് മിണ്ടാനും പറയാനും താനല്ലാതെ വേറൊരാൾ കൂടെയുണ്ടെങ്കിൽ അവൾക്കത് ആശ്വാസമാകുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി. സീതാമ്മ അവളുടെ അരികിൽ തന്നെ വീൽ ചെയറിൽ അവളെ തൊട്ടും തലോടിയും ഇരിപ്പാണ്. അവളും ആ സ്നേഹത്തിലും കരുതലിലും മറ്റെല്ലാം മറന്നുകൊണ്ട് പതിയെ കണ്ണുകളടച്ചു. ഇതുവരെ എടുത്ത മരുന്നുകളുടെ ക്ഷീണവും അവൾ ലാവോളമുണ്ട്. ഞാൻ ലീനയെ കണ്ടുവരാം, ഇപ്പം റിസൾട്ട് ആയിട്ടുണ്ടാവും, അതും വാങ്ങിക്കണം. റിസൾട്ട് കിട്ടേണ്ട സമയമായതും സിദ്ധു പതിയെ എഴുന്നേറ്റു. സീതാമ്മയോട് പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലിറങ്ങി. ഉറങ്ങുന്ന വൈകിയെ നിർത്താൻ തോന്നിയില്ല. റിസൾട്ട് എന്താണെങ്കിലും അതുവരെ സമാധാനമായി ഉറങ്ങട്ടെ. ലീനയുടെ ക്യാബിൻ്റെ ഡോറ് തുറന്ന് റിസൾട്ടുമായി സിദ്ധു അകത്തേക്ക് കയറി. അവനെ കണ്ടതും അവൾ ഇരിക്കാനായി പറഞ്ഞു. അവൻ ചെയറിലിരുന്നു കൊണ്ട് റിസൾട്ട് അവൾക്ക് നേരെ നീട്ടി. ലീന അത് തുറന്ന് എല്ലാം വായിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. സിദ്ധുവിന് റിസൾട്ട് എന്താവുമെന്നറിയാതെ നെഞ്ചിങ്ങനെ മിടിക്കുന്നുണ്ടായിരുന്നു. റീന റിസൾട്ട് മടക്കി വെച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ പുഞ്ചിരി അവനിൽ തെല്ലൊരാശ്വാസം നിറച്ചു. പേടിക്കാനൊന്നുമില്ല സിദ്ധു, ബേബി സേഫാണ്. എന്തോ ദൈവത്തിൻ്റെ കൈകളായിരിക്കാം. ഇങ്ങനെയൊക്കെ ബ്ലീഡിങ് ഉണ്ടായിട്ടും ഒരു കുഴപ്പവുമില്ല, ലീന സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി. ഡോക്ടർ എന്ന നിലയ്ക്ക് അവൾക്കും ഓരോ ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കൈകൊണ്ട് അവയെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ വല്ലാത്ത വേദനയാണ്. ലീന, സത്യമാണ് താൻ പറഞ്ഞത്? അവൻ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതേ സിദ്ധു, നിന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. ഇങ്ങനെയൊക്കെ ബ്ലീഡിംഗ് ഉണ്ടായ അബോർഷൻ നടക്കേണ്ടതാണ്. അപൂർവം ചിലതേ അബോർഷനില്ലാതെ അതേ കണ്ടീഷനിലൂടെ തന്നെ പ്രസവിക്കുകയുള്ളൂ. എന്തോ നിന്റെയും വൈകിയുടെയും പ്രാർത്ഥനയാവും ഇതുപോലൊരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നത്. സിദ്ധുവിന് സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം ചുണ്ടുകൾ ചിരിച്ചു. വൈകിയോട് പറഞ്ഞേക്ക് ഒരു കുഴപ്പമില്ലെന്ന്. വൈകിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ? അവന് അതും കൂടി അറിയണമായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, അവളെയും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമല്ലേ. ഷീസ് ഓൾ റൈറ്റ്. ചെറിയ ബ്ലീഡിങ്ങും വേദനയും ഒഴിച്ചാൽ വൈകിയും ആരോഗ്യവതിയാണ്. പക്ഷേ കുറച്ച് കണ്ടീഷനുണ്ട്. ലീന പറഞ്ഞു നിർത്തിയതും സിദ്ധു എന്താണെന്ന് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യത്തിനേക്കാൾ റെസ്റ്റ് ഇപ്പോൾ വൈകിക്ക് അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോഴേ ഡിസ്ചാർജ് നടക്കില്ല. ഇനിയും അങ്ങോട്ട് ഇതുപോലെ ബ്ലീഡിങ് വരികയാണെങ്കിൽ ഇതുപോലെ ഭാഗ്യം ഉണ്ടായിക്കണമെന്നില്ല. ഈ സ്കാനിങ് പ്രകാരം ബേബീസിന് 20 ആഴ്ച മാത്രമാണ് ആയിട്ടുള്ളത്. ഒരു 10 വീക്സ് കൂടെ നമുക്ക് കിട്ടുകയാണ്. പിന്നെ പേടിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറിയ ബ്ലീഡിങ്ങും വേദനയും കംപ്ലീറ്റ് മാറി ഒരു 2 വീക്സ് കൂടെ കിടന്ന് നമുക്കൊരു സ്കാനിങ് കൂടെ എടുത്ത് വൈകി ഡിസ്ചാർജ് ചെയ്യാം. വെറുതെ ഒരു റിസ്ക് നമ്മൾ എടുക്കണ്ടല്ലോ. ലീന മറുപടിക്കായി സിദ്ധുവിനെ നോക്കി. എങ്ങനെയായാലും കുഴപ്പമില്ല ലീന, എനിക്ക് അവരുടെ ആരോഗ്യമാണ് പ്രധാനം. അതിന് എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. എത്ര പണം വേണേലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വൈകിയും കുഞ്ഞുങ്ങളും അവരെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വേണം.
പറയുമ്പോൾ സിദ്ധുവിൻ്റെ ശബ്ദമിടറി. ലീന നോക്കിക്കാണുകയായിരുന്നു സിദ്ധുവിന് വൈകിയോടുള്ള സ്നേഹം. മുറിയിലെത്തിയതും സിദ്ധു ലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം സീതാമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. വൈകി അപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഇട്ടതിലൂടെ കയറുന്നുണ്ട്. സിദ്ധു അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം ശ്രദ്ധിച്ച സീതാമ്മ അവൻ അവളുടെ അരികിൽ കുറച്ചുനേരം തനിയെ ഇരുന്നോട്ടെ എന്ന് കരുതി ജാനകിയോട് അവരെ പുറത്തേക്ക് പോകാനായി പറഞ്ഞു. അവരതനുസരിച്ചെന്നോണം സീതാമ്മയും കൂട്ടി മുറിക്ക് പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി. അവർ പോയതും സിദ്ധു വൈകിക്കരികിൽ ബെഡിലിരുന്നു. തളർന്നു കിടക്കുന്ന അവളുടെ മുഖം അവൻ്റെ സങ്കടം നിറച്ചു. തനിക്ക് വേണ്ടിയാണ് അവൾ ഇതെല്ലാം അനുഭവിക്കുന്നതെന്ന് ചിന്തിച്ചതും അവളോടുള്ള പ്രത്യേക സ്നേഹം അവനുള്ളിൽ വിരിഞ്ഞു. അവൻ പതിയെ അവളെ ഉണർത്താതെ ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചു. ആ സമയം എന്തെന്നില്ലാത്തൊരാശ്വാസം അവനിൽ നിറഞ്ഞിരുന്നു. അരികിലാരുടെയോ സാമീപ്യം അറിഞ്ഞതും വിങ്ങി വീർത്ത കൺപോളകൾ അവൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു. കണ്ണു തുറന്നതും മുന്നിലിരിക്കുന്ന സിദ്ധുവിനെയാണ് വൈക കണ്ടു. സിദ്ധുവേട്ടാ. വരണ്ടുണങ്ങിയ ചുണ്ടുകൾ പതിയെ അനക്കി. അവളുടെ അവശതയോടെയുള്ള വിളി കേട്ടതും സിദ്ധു ഒന്ന് മൂളി. ഡോക്ടറെ കണ്ടോ? അവൾക്കതായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. സിദ്ധു പതിയെ അവളുടെ പുറം കൈയിൽ തൻ്റെ വലത് കൈ കൊണ്ട്. എന്തു പറഞ്ഞു? നിനക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവനൊരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ അവളുടെ മനസ്സ് അവൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന പ്രയോഗത്തിൽ ഉടക്കി നിന്നു. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ആ നിമിഷം അവളുടെ മനസ്സിൽ മുട്ടിട്ട് തുടങ്ങി. സത്യമാണോ സിദ്ധുവേട്ടൻ പറഞ്ഞത്? അതോ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ? എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താ വൈക? അതും ഈ ഒരു കാര്യത്തിൽ? അവൻ ചെറുദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവളിൽ പരിഭവം നിറഞ്ഞു. പക്ഷേ ഇപ്പോഴൊന്നും ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ല. ചുരുങ്ങിയതൊരു 2 വീക്സെങ്കിലും എടുക്കും. സാരമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ. അവർക്ക് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഹാപ്പിയായിരിക്കണം. അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. അത് നിനക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് കൂടി ദോഷം ചെയ്യും. അവൻ ശാസനയോടെ പറഞ്ഞു. വൈക ഒന്നും മിണ്ടിയില്ല. കാരണം ഇപ്പോൾ കുറച്ചായി തനിക്ക് മനസ്സ് വിഷമിപ്പിക്കുന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ. സിദ്ധു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളെന്തോ ചിന്തയിലാണെന്ന് അവന് മനസ്സിലായി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൻ അവളെ ആ ചിന്തകളിൽ നിന്നും ഉണർത്താൻ എന്നോണം പറഞ്ഞതും അവളൊരു വരണ്ട പുഞ്ചിരി അവന് നേരെ പൊഴിച്ചു. ഞാൻ തൻ്റെ അരികിലൊന്ന് കിടന്നോട്ടെ? ദയനീയമായ അവൻ്റെ ചോദ്യം. അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്ലീസ് എന്നവൻ അപേക്ഷ പോലെ കാണിച്ചതും അവൾക്ക് വേണ്ടെന്ന് പറയാൻ തോന്നി. അവളൊന്ന് മൂളി. സമ്മതം എന്ന പോലെ. അവൻ പതിയെ അവളുടെ അരികിൽ കിടന്നു. എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം തന്നെ വന്നു മൂടുന്നത് പോലെ അവന് തോന്നി. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൻ അടുത്ത് കിടന്നതും അതുവരെ തന്നിൽ പിടിമുറുക്കിയിരിക്കുന്ന വേദനയും സംഘർഷങ്ങളും തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ. സിദ്ധു പതിയെ ചരിഞ്ഞു കിടന്ന് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളുടെ തലയെടുത്ത് തൻ്റെ കൈ തുടക്കി മേൽ വെച്ചു. അവളൊന്നും ആഗ്രഹിച്ചിരുന്നത് പോലെ മടിയൊന്നും കൂടാതെ അവന് വിധേയപ്പെട്ടെന്ന പോലെ കിടന്നു. വൈക പതിയെ ചരിഞ്ഞ് അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് മുഖം വീഴ്ത്തി. കുറച്ച് ദിവസം മാത്രം താൻ അനുഭവിച്ച ആ നെഞ്ചിലെ പ്രണയമെന്ന ചൂടിലേക്ക് അവൾ പതുങ്ങി. അവനും ഒരുപാട് കൊതിച്ചിരുന്നൊരു നിമിഷമായിരുന്നു അത്. അവൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ പോകുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഈ ഒരു നിമിഷം താൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഇരുവരും ആ നിമിഷം മറ്റെല്ലാം മറന്നുകൊണ്ട് അവരും അവരുടെ കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്തേക്ക് ചുരുങ്ങി. അവിടെ സച്ചു എന്ന സത്യത്തെ അവർ മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിച്ചില്ല. വൈകിയെ 2 ആഴ്ച കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇനി വീട്ടിൽ ഇതുപോലെ കിടന്നാൽ മതിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് വീടെത്തിയപ്പോൾ തന്നെ പകുതി ഉന്മേഷം തിരികെ വന്നു. കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ പുറത്തുനിന്നും ഒരാളെ വിളിച്ച് വീടെല്ലാം ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ട് സിദ്ധു. ഈ ദിവസങ്ങളിൽ അത്രയും വൈകിക്കൊപ്പം നിൽക്കാൻ തന്നെ അവൻ ശ്രമിച്ചിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് പോയി വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ മിഥുനെ ഏൽപ്പിച്ചു. സച്ചു പലതവണയായി ഫോണിലേക്ക് വിളിച്ചിരുന്നെങ്കിലും അവൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അവളുടെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാൽ പേടിക്കുമെന്ന് കരുതി തന്നെയാണ് എടുക്കാതിരുന്നത്. വൈകിയെ വീട്ടിലാക്കി രാത്രിയിൽ അങ്ങോട്ട് പോയി അവളെ കാണണമെന്ന് അവൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. വൈക, താൻ വിശ്രമിക്കാൻ, ഞാൻ പുറത്തു പോയി വരാം. അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി. എവിടെ പോകുന്നു? അവൾക്ക് ചോദിക്കാതിരിക്കാനായി. സച്ചുവിനെ കാണണം. കുറച്ച് ദിവസമായില്ലേ? അവൻ പറഞ്ഞതും അവളുടെ മുഖം ചെറുതായി മങ്ങി. എങ്കിലും സച്ചിനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും വിളിക്കണം, നീട്ടി വെക്കരുത്, മനസ്സിലായോ? അവളുടെ മുഖം മങ്ങിയത് കണ്ടതും അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. എങ്കിൽ ഞാൻ പോയി വരാം. അവൻ അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ഒരു ചുംബനവും നൽകി ഇറങ്ങി. ആ ചുംബനം ഇപ്പോൾ അവൾക്കൊരു വേദന സംഹാരിയാണ്. അവളൊരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു. അവൻ വാതിൽ ചാരും നേരം ഒരിക്കൽ കൂടി അവളെ തിരികെ നോക്കിയതും അവളൊന്ന് കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു.
അവൻ പോയതും അവളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. സിദ്ധുവും സച്ചുവും ഒന്നിക്കണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. എങ്കിലും ഉള്ളിലൊരു നീറ്റിലാണ്. അത് പക്ഷേ സിദ്ധുവിനെയോ സച്ചുവിനെയോ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, മറിച്ച് അവർക്കൊന്നിക്കണമെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടു നൽകണമല്ലോ എന്നോർത്തിട്ടാണ്. അതിനെക്കുറിച്ച് അവൾക്കിപ്പോൾ ചിന്തിക്കാനേ കഴിയുന്നില്ല. അവൾ എന്തൊക്കെയോ ചിന്തയോടെ കിടന്നു. സിദ്ധു നേരെ പോയത് സച്ചുവിൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് തന്നെ പോകാൻ ഒരു കാരണവുമുണ്ട്. ഇന്ന് സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ പോകുമ്പോൾ കണ്ട ഒരു ഫ്ലവർ ഷോപ്പിൽ കയറി ഒരു റെഡ് റോസിൻ്റെ ബൊക്കെ വാങ്ങിച്ചു. അവൾക്ക് ഏറെ പ്രിയം ഈ ചുവന്ന റോസാപ്പൂക്കളാണ്. ഇന്നലെ രാത്രി കൂടി അവൾ വിളിച്ചിരുന്നു. പക്ഷേ ഇന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവൻ ഫോൺ എടുക്കാൻ നിന്നില്ല. അവൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. ആ മുഖത്തെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അവൻ അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. സച്ചുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്തോറും എന്തോ അവൻ്റെ മനസ്സിലെ സന്തോഷമൊക്കെ മാഞ്ഞു തുടങ്ങി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഹൃദയമൊക്കെ വല്ലാതെ മിടിക്കുന്നു. അവൻ കാർ സ്ലോയാക്കി. കൈകൾക്കൊക്കെ ആകെ ഒരു വിറയൽ. അവൻ ആ AC-യിലും വിയർത്തു തുടങ്ങി. സച്ചുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും ആളുകൾ കൂട്ടത്തോടെയും ഒറ്റപ്പെട്ടു വരുന്നതുമെല്ലാം അവൻ ശ്രദ്ധിച്ചു. അവൻ കാറിൻ്റെ വേഗത കുറച്ചു. അവളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്, അതിൽ സംശയമില്ല. കാരണം ഈ വഴി അവസാനിക്കുന്നിടത്ത് അവളുടെ വീട് മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ അപായ സൂചന മുഴങ്ങി. ഹൃദയം ക്രമാതീതമായി മിടിച്ചു തുടങ്ങി. എന്തെന്നില്ലാത്ത പരവേശം ഉടലാകെ പൊതിയുന്നത് പോലെ. അതെ, എല്ലാവരും അവിടെ നിന്നാണ് വരുന്നത്. സിദ്ധു കാർ നിർത്തി ഗ്ലാസ് താഴ്ത്തി.